പോലീസിന്റെ ഈ ക്രൂരതയുടെ വാർത്തയിൽ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളടക്കമുള്ള വാർത്തയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വരുന്നു എന്നതാണ്. അനന്തൻ വിവരങ്ങൾ നൽകും. അനന്തൻ, എന്താണ് ഇടപെടൽ? ഉടനടി ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകുമോ? ദിവിഷ, മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ, അതായത് സ്ത്രീയെ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യമാണ് പുറത്തുവിട്ടത്. ഇത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇപ്പോൾ ഇതിനെ നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ വിളിച്ച് കർശനമായ നടപടി ഈ ഉദ്യോഗസ്ഥനെതിരെ എടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADGP ലോ ആൻഡ് ഓർഡർ H വെങ്കടേഷിനോട് റിപ്പോർട്ട് അടിയന്തരമായി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഏതാണ്ട് ഉറപ്പായി. നമ്മൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനുമായും ഒപ്പം ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ രണ്ടുപേരും പറഞ്ഞത് വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ നടപടിയെ നോക്കിക്കാണുന്നത്. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച പ്രത്യക്ഷത്തിൽ തന്നെ വന്നിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ അയാളുടെ തെറ്റ് വ്യക്തമാണ്. ഈ പ്രൊസീജിയറായിട്ടുള്ള ചില നടപടികൾ, അതായത് ഈ സാങ്കേതികമായ ചില നടപടികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരും, അതായത് സംസ്ഥാന പോലീസ് മേധാവിയും ADGP എല്ലാൻഡോയും മാതൃഭൂമി ന്യൂസിനെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ അത് കർശനമായ നടപടിയിലേക്കാണ് പോകുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് തലപ്പത്ത് ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രി ദൃശ്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഇടപെടുന്നു, നല്ല കാര്യം. പക്ഷേ ഇത് നടന്നത് 2024 ഇപ്പൊ നമുക്കറിയാം, സുജിത്ത് എന്ന കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച കേസും ഇതേപോലെ നിയമ പോരാട്ടത്തിലൂടെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അപ്പൊ ഈ പോലീസ് സംവിധാനം ഇതറിയുന്നില്ലേ? എന്തുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഇവർ വിമുഖത കാണിക്കുന്നു? അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പോലീസിന്റെ ഉന്നത കേന്ദ്രങ്ങളുള്ള ആളുകൾക്ക് തിരിച്ചറിഞ്ഞ് അപ്പോഴേ നടപടിയെടുക്കേണ്ടതല്ലേ? ഇത് നാട്ടുകാരുടെ മുമ്പിൽ ഈ സത്യം മുഴുവൻ ദൃശ്യങ്ങളായി വെളിപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ നടപടിയെടുക്കൂ എന്ന ഒരു ശാഠ്യം പോലീസ് സംവിധാനത്തിനുണ്ടോ? തീർച്ചയായിട്ടും ദിവിഷ, ഇതൊരു പാഠം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക്. കാരണം നേരത്തെ തൃശ്ശൂരിൽ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ അന്ന് ദൃശ്യങ്ങൾ നൽകിയിരുന്നില്ല. പിന്നീട് വലിയ നിയമ പോരാട്ടത്തിലൂടെയാണ് ആ ദൃശ്യങ്ങൾ കോടതി വഴി അത് സമ്പാദിക്കുകയും അതും മാതൃഭൂമി ന്യൂസാണ് ആ ദൃശ്യങ്ങളും അന്ന് പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ ഈ ക്രൂരമായ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിയമ പോരാട്ടത്തിലൂടെയാണ്. 2024 നടന്ന സംഭവമാണ്. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് പൂഴ്ത്തിവെക്കാനാണ് ശ്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അന്ന് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ പോലീസുകാരൻ്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ നടപടി ഉണ്ടായി എന്ന് അന്ന് പോലീസ് തലപ്പത്ത് വ്യക്തമായിരുന്നെങ്കിൽ കർശനമായ നടപടി അന്ന് തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അരൂർ പോലീസ് സ്റ്റേഷനിൽ SHO ആണെന്നാണ്. ഏതായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ശക്തമായ നടപടിക്ക് വഴിയൊരുക്കുകയാണ്. തൃശ്ശൂരിലും അതുതന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്കറിയാം, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണ്. അതിനൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ കർശനമായ ഒരു നിർദ്ദേശം സമീപകാലത്ത് വന്നിരുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും കൃത്യമായ CCTVകളുടെ എണ്ണം പാലിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ സർവൈലൻസ് തുടരുകയാണ്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നോ അവിടെ എന്ത് സംഭവം ഉണ്ടായാലും അത് റെക്കോർഡാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ ക്യാമറകൾക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർ അവരുടെ ഡിസിപ്ലിൻ പാലിക്കണം എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അത് ഇല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും നിയമ നടപടികളിലൂടെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് ഉദ്യോഗസ്ഥർ മറ്റ് പരാതിയുമായി വരുന്നവരായാലും അതല്ലെങ്കിൽ പ്രതികളായാലും ഒക്കെ അവരോട് ഇടപെടുന്ന രീതിയിൽ അതിൽ ഒരു പരിധിയും വിടാതെ നോക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവം. ഏതായാലും ഈ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ സംഭവിച്ച ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നിയമ നടപടികളിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നപ്പോൾ അത് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഴ്ച മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ. കാരണം അങ്ങനെ കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ അന്ന് തന്നെ ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി എടുക്കാമായിരുന്നു. ഒരു പക്ഷേ അന്നത്തെ അല്ലെങ്കിൽ പോലീസ് തലപ്പത്ത് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടക്കം നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിനകത്ത് ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്ന് നടപടിയെടുക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി നമുക്ക് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താലും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഏതായാലും ഇന്ന് തന്നെ മണിക്കൂറുകൾക്കകം ആ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് കൃത്യമായി പാലിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് തലപ്പത്ത് നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ADGPയെ വിളിച്ചപ്പോൾ ADGPയും പറഞ്ഞത് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകും. അതിനകത്ത് സാങ്കേതികമായ നടപടികൾ പൂർത്തിയാക്കുന്ന താമസം മാത്രമേ ഉള്ളൂ എന്നാണ് ദിവിഷ.